ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്നേ ദിവസം 200 കോടി രൂപയ്ക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കടന്ന ആദ്യ മലയാളം സിനിമയാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ സൗബിൻ നിർമ്മിച്ച് സൗബിൻ, ശ്രീനാഥ് ബാസി തുടങ്ങി വലിയ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ വെറും 26 ദിവസങ്ങൾ കൊണ്ടാണ് 200 കോടിയിലേക്ക് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് എത്തപ്പെട്ടത്. 4ാമത്തെ ആഴ്ചയിലേക്ക് എത്തപ്പെട്ട സിനിമയുടെ റണ്ണിംഗ് ഇനിയും പൂർത്തിയായി എന്ന് പറയാനായിട്ട് കഴിയില്ല. ആടുജീവിതം വരെ സിനിമയ്ക്ക് എങ്ങനെ പോയാലും തിയേറ്ററുകളിലെ റണ്ണിംഗ് തുടരാനായിട്ട് കഴിയുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ സിനിമയുടെ 27ാം ദിവസത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ കളക്ഷൻ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെ 30 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 28 ലക്ഷത്തിന് മുകളിലാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ. ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 50 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്നും 50 ലക്ഷം കളക്ഷൻ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ കേരള ഗ്രോസ് ഇതുവരെ 62 കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ്. മഞ്ഞുമൽ ബോയ്സിന്റെ ഇന്നത്തെയും ഇന്നലെ തിങ്കളാഴ്ച ദിവസത്തെയും കൃത്യമായ തമിഴ്നാട് കളക്ഷൻ പുറത്തു വന്നിട്ടില്ല. 55 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ തമിഴ്നാട് ഗ്രോസ് കളക്ഷൻ കടന്നിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഒരു മലയാളം സിനിമയുടെ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത കർണാടക ബോക്സ് ഓഫീസിൽ 12 കോടിയിലേക്കും അതോടൊപ്പം തന്നെ വിദേശ രാജ്യ ഓവർസീസ് കളക്ഷനായിട്ട് 70 കോടി കളക്ഷനിലേക്കും അടുത്തുകൊണ്ടിരിക്കുന്ന മഞ്ഞുമൽ ബോയ്സിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ന് 27ാം ദിവസത്തെ കണക്കുകൾ പ്രകാരം 202 കോടിയിലേക്ക് എത്തപ്പെട്ടുവെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. അപ്പോൾ ആകെ മൊത്തത്തിൽ വമ്പൻ കളക്ഷൻ റെക്കോർഡ് കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സ് ഇപ്പോഴും മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോയാലും 220 കോടി രൂപയ്ക്ക് മുകളിലെ വേൾഡ് വൈഡ് ഫൈനൽ കളക്ഷൻ സിനിമയ്ക്ക് ഉണ്ടാകുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. വരുന്ന ശനി ഞായർ കളക്ഷൻ അപ്പുറമുള്ള കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കും.